ശ്രീദേവി അസ്ട്രോളജിയിലേക്ക് സ്വാഗതം. പെട്ടെന്ന് ബിസിനസ് സ്ഥാപനങ്ങളിലും കടകളിലും കച്ചവടം കുറഞ്ഞു വരുന്നതായി തോന്നിയാൽ, ബിസിനസ് തകർച്ചയിലോട്ട് പോകുന്നതായി അനുഭവപ്പെട്ടാൽ ഉടനെ ചിന്തിച്ചോളണം, നല്ലപോലെ നെഗറ്റീവ് എനർജി, കണ്ണേറും വിളിദോഷവും ആ കടയിലും ബിസിനസ് സ്ഥാപനത്തിനും ആ ബിസിനസ് ഉടമയ്ക്കും ഏറ്റിട്ടുണ്ട് എന്ന് ചിന്തിക്കുക. ഉടനെ തന്നെ ഒരു ബൗളിൽ 1/4 ഭാഗം വെള്ളമെടുത്ത് അതിനകത്തേക്ക് ഒരു ചെറുനാരങ്ങയിട്ട് അടച്ച് വയ്ക്കുക. കടയുടെ ഒരു സൈഡിൽ വയ്ക്കുക. ആരും പെട്ടെന്ന് കാണാത്ത സ്ഥലത്തോട്ട് വയ്ക്കുക. നാരങ്ങയ്ക്ക് നെഗറ്റീവ് എനർജിയെ വളരെ എളുപ്പം വലിച്ചെടുക്കാനും നെഗറ്റീവ് മാറ്റാനുമുള്ള ശക്തി വളരെ കൂടുതലാണ്. പോസിറ്റീവ് എനർജിയെ അത് വലിച്ചെടുക്കുകയും നെഗറ്റീവിനെ പുറന്തള്ളുകയും ചെയ്യും. അപ്പം കടയിലേറ്റിട്ടുള്ള നെഗറ്റീവ് എനർജി പതിയെ കുറഞ്ഞ് കച്ചവടം പുരോഗതി പ്രാപിക്കുന്നതായും കാണാൻ കഴിയും. അടുത്തതായി, പച്ചക്കർപ്പൂരം വാങ്ങി സന്ധ്യാനേരങ്ങളിൽ വെള്ളി, ചൊവ്വ എന്നീ ദിവസങ്ങളിലെങ്കിലും ആൾക്കാർ കയറി വരുന്ന സ്ഥലത്തായിട്ട് നടയുടെ നേരെയായിട്ട് കത്തിച്ച് ഒരു 2-3 മിനിറ്റ് കത്താൻ അനുവദിക്കുക. അത് കഴിഞ്ഞ് തുറപ്പ കൊണ്ട് തൂത്തെറിയുക. അത് വളരെ നല്ല ഒരു പരിഹാരമാണ്. കച്ചവടം ആൾക്കാർ കടയിൽ ധാരാളം വരികയും കച്ചവടം പുരോഗതി പ്രാപിക്കുകയും മേൽഗതി ഉണ്ടാവുകയും ചെയ്യും. നമുക്കും കട തുറക്കാനും കടയിലിരിക്കാനും കച്ചവടം നടത്താനും യാതൊരു മടിയും ക്ഷീണവും ഒന്നും ഉണ്ടാവില്ല. താല്പര്യം കൂടുകയും ചെയ്യും. അടുത്തതായി, ഈ പച്ചക്കർപ്പൂരം 2 പീസ് എടുത്ത് വാങ്ങി, അങ്ങനെ വാങ്ങാൻ കിട്ടും. അത് കടയുടെ 2 സൈഡുകളിൽ കെട്ടിത്തൂക്കുക. ഈ അസൂയാ മനോഭാവത്തോടുകൂടി ആരെങ്കിലും നോക്കിയാൽ വിളിദോഷവും കണ്ണേറും ഏൽക്കില്ല. അത് വലിച്ചെടുത്തോളും. ഒരു 21 ദിവസത്തിന് ശേഷം അവ എടുത്ത് കുളത്തിലോ ആരും ചവിട്ടാത്തതായ പറമ്പുകളിലോ എറിയുക. വീണ്ടും ഇതുപോലെ വാങ്ങി കെട്ടുക. അപ്പോൾ നമുക്ക് ദൃഷ്ടിദോഷമോ അസൂയയോ ഒന്നും ആരുടെ ഭാഗത്തു നിന്നും ഏൽക്കില്ല. നമുക്ക് കട തുറക്കാനും സമയത്ത് കടയിൽ പോകാനും തടസ്സങ്ങൾ നേരിടുകയുമില്ല. ഇത് നല്ല ഒരു പരിഹാരമാണ്. അത് കഴിഞ്ഞ് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതൊക്കെ ചെയ്യുന്നത് കച്ചവടം പുരോഗമിക്കാനും ആൾക്കാരെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാനും നല്ലതാണ്. കൂടുതൽ ആൾക്കാർ നമ്മുടെ കടയിലോട്ട് ബിസിനസ് സ്ഥാപനങ്ങളിലോട്ട് വരാനും നമുക്ക് സെയിൽസ് നടക്കാനും വളരെ ഉത്തമമാണ്. ഇതൊക്കെ ഈ നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നാൽ നമുക്ക് സമയത്ത് കട തുറക്കാൻ പറ്റില്ല, പിന്നെ കച്ചവടം ഒന്നും നേരെ നടക്കില്ല, ആളുകളെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉടനെ ഇങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ മാറ്റമുണ്ടാകും. പഴയതുപോലെ കച്ചവടം പുരോഗതി പ്രാപിക്കുക തന്നെ ചെയ്യും. അടുത്തതായി, ബിസിനസ് സ്ഥാപനങ്ങളിലും കടകളിലും പിന്നെ ചെറുതായാലും വലുതായാലും ഏത് കടകളിലായാലും പിന്നെ ഒരു പലവ്യഞ്ജന കടയിലായാലും ഏത് സ്ഥലങ്ങളിലായാലും ഇനി വീട്ടിലായാലും നെഗറ്റീവ് എനർജി വിളിദോഷവും ഏൽക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. നമുക്കെപ്പോഴും കിടക്കണം, ക്ഷീണം, തളർച്ച, മടി, തലക്കനം, വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടും. ഉടനെ അല്പം കല്ലുപ്പും കടുകും ഒരു വറ്റൽമുളക് 3ആയി മുറിച്ച് എടുത്ത് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് തലയ്ക്കും ദേഹത്തിനും കേശാദിപാദം ഉഴിഞ്ഞ് അഗ്നിക്കിരയാക്കുക. അതായത് തീയിലിടുക. 5-10 മിനിറ്റിനകം തന്നെ ആ നെഗറ്റീവ് എനർജിയും ദോഷങ്ങളൊക്കെ മാറി നമുക്ക് നല്ല ഒരു മാറ്റം ഉണ്ടാകുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവരും ഇത് ചെയ്യുന്ന കാര്യവുമാണ്. പക്ഷേ തക്ക സമയത്ത് നമുക്ക് തോന്നണം. നമ്മുടെ സമയം നല്ലതെങ്കിലേ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ തോന്നുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത് വെച്ച് അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അതെല്ലാവരും ഓർമ്മിക്കുക. ഇപ്രകാരം നെഗറ്റീവ് എല്ലാം കളഞ്ഞാൽ നമുക്ക് ഉത്സാഹവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകും. നമ്മുടെ കാര്യങ്ങളൊക്കെ ജോലികളൊക്കെ തടസ്സം കൂടാതെ നടക്കാനും അത് സഹായകരമാകും. പിന്നെ ആ ബിസിനസ് സ്ഥാപനം വളരെയധികം പുരോഗതി പ്രാപിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു പരിഹാരമെന്ന് പറയുന്നത്, ചൊവ്വ വെള്ളി ദിവസങ്ങളിലെങ്കിലും ചാമ്പ്രാണി തിരി കൊളുത്തി കടയിൽ വയ്ക്കുക. എന്നിട്ട് ചാമ്പ്രാണി പുക കടയ്ക്കകത്തും പുറത്തും മുറ്റത്തുമൊക്കെ കാണിച്ചാലും വളരെയധികം ഈശ്വരാധീനം വർദ്ധിക്കും. ഈശ്വരൻ്റെ അനുഗ്രഹം അതായത് നമുക്ക് കൂടുതലായി ലഭിക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ കടയിൽ വരും. നമുക്ക് സാധനങ്ങളൊക്കെ വിറ്റഴിയും. വീണ്ടും സാധനങ്ങൾ പുതിയതായി ഇറക്കാൻ കഴിയും. അത് കഴിഞ്ഞ് നമുക്ക് ധാരാളം ലാഭമുണ്ടാകും. ഇങ്ങനെയുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി നമുക്ക് നമ്മുടെ അവിടെ ഒരു പടം വച്ച് കുബേരൻ്റെ പടം വയ്ക്കുന്നവരുമുണ്ട്. അല്ലാതെ മതവിശ്വാസം അനുസരിച്ചുള്ള ദൈവങ്ങളെ ചിത്രങ്ങൾ വയ്ക്കുന്നവരുമുണ്ട്. ആ ചിത്രത്തിനൊക്കെ പൂവൊക്കെ ഇട്ട് സമർപ്പിച്ച്
സമർപ്പിക്കുകയും സാമ്പ്രാണിത്തിരി കൊളുത്തി വയ്ക്കുകയും വിളക്കുകൾ കൊളുത്തി വയ്ക്കുന്നതും പോസിറ്റീവ് എനർജി ഉണ്ടാകാനും ഈശ്വരാധീനം വർദ്ധിക്കാനും നല്ലതാണ്. അപ്പം കച്ചവടം നല്ല രീതിക്ക് നടക്കും. നമുക്ക് ധാരാളം വരുമാനം ഉണ്ടാകും, ലാഭം ഉണ്ടാകും. നമുക്ക് പണമെല്ലാം പാഴായി പോവുകയുമില്ല. പാഴ്ചെലവുകൾ ഉണ്ടാകാതിരിക്കാനും ഈശ്വരാധീനം വളരെയധികം ആവശ്യമാണ്. അതുപോലെ ചാമ്പ്രാണിക്കട്ട പൂജാ സാധനങ്ങൾ വാങ്ങുന്ന കടയിൽ ലഭ്യമാണ്. അവ വാങ്ങി തീ കനലെടുത്ത് അതിൽ കുറേ പൊടി, ചാമ്പ്രാണി പൊടിയായിട്ടും കിട്ടും, അതിട്ട് കടയ്ക്കകത്തും പുറത്തുമൊക്കെ പുക കാണിക്കുന്നതും വളരെ ഉത്തമമാണ്. ഈശ്വരാധീനം വർദ്ധിക്കും. പോസിറ്റീവ് എനർജി വളരെയധികം ആ കടയ്ക്കും നിങ്ങൾക്കും ലഭിക്കും. അത് മറ്റൊരു പ്രധാനപ്പെട്ട പരിഹാരമാണ്. അത് കഴിഞ്ഞ് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും കലർത്തിയ വെള്ളം തളിക്കുന്നത്, കടയ്ക്കകത്തും പുറത്തുമൊക്കെ തളിക്കുന്നതും വളരെയധികം നല്ലതാണ്. ഈശ്വരാധീനം വർദ്ധിക്കും. പോസിറ്റീവ് എനർജി വളരെയധികം കൂടുതലായി ലഭിക്കും. ഇതുപോലെ വീടുകളിലും ഇതൊക്കെ ചെയ്യുന്നത് വെളിദോഷം ഏൽക്കാതിരിക്കാനും നാവേറ്, കണ്ണേറ്, കരിങ്കണ്ണ് ഇതൊക്കെ ഏൽക്കാതിരിക്കാനും വളരെ ഉത്തമമായ പരിഹാരമാണ്. ചില ബിസിനസ് സ്ഥാപനങ്ങൾ നന്നായി ഓടിക്കൊണ്ടിരിക്കും, അതിടയ്ക്ക് വെച്ച് നിന്നു പോകും. എന്നുവെച്ചാൽ ആൾക്കാരൊന്നും അവിടെ സാധനം വാങ്ങാൻ പോകില്ല, കച്ചവടമൊക്കെ വളരെ കുറഞ്ഞു പോകും, ലാഭമൊന്നും ഉണ്ടാവാതെ അവരുടെ സാധനം അവിടെ ഇരുന്ന് പഴകി പോകുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ വെളിദോഷം ഇതൊക്കെ ഏറ്റതുകൊണ്ടാണ്. അസൂയ മനോഭാവത്തോടു കൂടി ചില ആൾക്കാർ നോക്കിയാലേ മതി, അവിടം നശിച്ചു പോകും. നശിച്ചു പോകാൻ വേണ്ടി വേണമെന്ന് വെച്ച് ചിലവർ അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ കടയിൽ സ്ഥാപനത്തിലുള്ള സാധനങ്ങൾ കൊള്ളില്ല, നിലവാരം കുറവാണ്, വാങ്ങാൻ വരുന്നവർക്കൊരു തോന്നലുണ്ടാകും. കാരണം നെഗറ്റീവ് എനർജി ഉള്ള കടകളിൽ അവിടെ പോസിറ്റീവ് എനർജിയാണുള്ളതെങ്കിൽ അവർക്കതെല്ലാം നേരെ തിരിച്ചു തോന്നും, നല്ലതാണ്, നല്ല സാധനങ്ങളാണ്, അവിടെ വീണ്ടും അട്രാക്റ്റ് ചെയ്യും, അവിടെ കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങും. അത് നമുക്ക് തന്നെ നമ്മുടെ ഇടയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ എന്നും ബിസിനസ് നല്ല രീതിയിൽ ശോഭിക്കും. എല്ലാ ആൾക്കാരെയും അങ്ങനെ കരുതണ്ട, എല്ലാ ആൾക്കാർക്കും അങ്ങനെയുള്ള ചിന്താഗതികളൊന്നും ഉണ്ടാവില്ല. ഒരു 40% ആൾക്കാരെങ്കിലും നെഗറ്റീവ് രീതിയിൽ ചിന്തിക്കുന്നവരാണ്. അവരെ എങ്ങനെ അവിടെ നിന്ന് മാറ്റാം, നമുക്ക് ആ സ്ഥാനത്ത് എങ്ങനെ ഒരു കട തുടങ്ങാം, അല്ലെങ്കിൽ തൊട്ടടുത്തായിട്ട് ഇതിനേക്കാളും നല്ല രീതിയിൽ ഒരു കട എങ്ങനെ വലുതായി കെട്ടാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ചിന്താഗതികളും നെഗറ്റീവ് ചിന്തകളൊക്കെ ആൾക്കാർക്ക് തോന്നാതിരിക്കും നമ്മൾ ഇപ്രകാരം ഒക്കെ ചെയ്യുമ്പോൾ. അതായത് ഈ പച്ചക്കർപ്പൂരം കത്തിക്കുകയും പച്ചക്കർപ്പൂരം കെട്ടിത്തൂക്കുകയും ബൗളിലൊരു നാരങ്ങ വെള്ളത്തിലിട്ട് വയ്ക്കുന്നതും ഒക്കെ നെഗറ്റീവ് എനർജി കളയാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പരിഹാരമായി കരുതുക. ഇത് എല്ലാവരും നേരത്തെ തന്നെ ചെയ്യുക. വലിയ കടയെന്നോ ചെറിയ കടയെന്നോ ഒന്നും നോക്കണ്ട, എല്ലായിടവും കമ്പയറും വെളിദോഷവും ഒക്കെ ഏൽക്കാറുണ്ട്. അത് നേരത്തെ തന്നെ ഇതൊക്കെ ചെയ്താൽ അതൊന്നും ഏൽക്കുകയുമില്ല, നമുക്ക് വരുമാനമുണ്ടാവും, എന്നും ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും, കൂടുതൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യും, കൂടുതൽ ആൾക്കാർ വന്നു പോകും, സാധനം വാങ്ങും, നമുക്ക് ലാഭമുണ്ടാവും, ശുഭചെലവുകൾ ഉണ്ടാവും. പാഴ്ചെലവുകളൊന്നും ഉണ്ടാകാതിരിക്കാനും ബിസിനസ് സ്ഥാപനം നല്ല രീതിക്ക് എന്നും ഒരേ തരത്തിൽ ഓടാനും ഉയർച്ച ഉണ്ടാകാനും പോവ വലിയ രീതിയിൽ എത്താനും സാധിക്കും. എല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കുക.